പ്രിയമുള്ളവരെ, ഈ ഭൂമിയിൽ നല്ല കാലമാണെന്ന് ആരെക്കുറിച്ച് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ആരെക്കുറിച്ചും നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ ഓരോരുത്തരുമായിട്ട് അടുത്ത് ചെല്ലുമ്പോഴാണ് ഓരോരുത്തരുടെ പ്രയാസ പ്രതിസന്ധികൾ മനസ്സിലാക്കുന്നത്. ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ ഈ ഭൂമിയിൽ ചില പ്രയാസ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച് വിഷമങ്ങൾ അനുഭവിച്ച് ഈ ഭൂമിയിൽ നിന്ന് നമുക്ക് വിട്ടുപോകാൻ പറ്റും. ഇത് ദൈവം ഓരോരുത്തർക്കും വെച്ചിട്ടുള്ളതായ കാര്യമാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പം നമ്മുടെ ജീവിതത്തിൽ ഏത് സാഹചര്യങ്ങളെയും ഏത് അവസ്ഥകളെയും നേരിടാൻ എങ്ങനെ കഴിയും, എപ്രകാരം കഴിയും എന്നുള്ളതായിരിക്കണം നമ്മുടെ ചിന്ത. നമ്മൾ ഓരോ പ്രയാസ പ്രതിസന്ധികൾ കാണുമ്പോൾ, നേരിടുമ്പോൾ മനസ്സ് വിറങ്ങലിച്ചു പോകാറുണ്ട്, മനസ്സ് തത്രപ്പെട്ടു പോകാറുണ്ട്. പല പ്രയാസ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ എനിക്കെന്താ ഇങ്ങനെ സംഭവിച്ചേ? എൻ്റെ ജീവിതത്തിൽ മാത്രമാണല്ലോ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും. ഇത്രയും കാലം എൻ്റെ ജീവിതത്തിന് ഒരു തരത്തിലൊരു മാറ്റം എന്ന് പറഞ്ഞാൽ ഒരു ഉയർച്ചയുടെ അവസ്ഥ ഉണ്ടായിട്ടില്ലല്ലോ. എൻ്റെ മക്കളുടെ കാര്യത്തിൽ അങ്ങനെ, എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ, അങ്ങനെയൊക്കെ പലപ്പോഴും പറയാറില്ലേ? അപ്പോൾ മനുഷ്യജീവിതത്തിൽ നമ്മെ ദൈവം ഈ ഭൂമിയിൽ നിലനിൽപ്പാൻ വേണ്ടി, നമ്മെ അഭ്യസിപ്പിക്കുവാൻ വേണ്ടി തരുന്ന ഓരോരോ അവസ്ഥകളാണിത്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ സുഖലോലുപമായ ഒരവസ്ഥയിൽ കൂടെയാണ് പോകുന്നതെങ്കിൽ, ജീവിതത്തിൽ ചില പ്രയാസ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ അതിനെ നേരിടാൻ നമുക്ക് ത്രാണി ഉണ്ടാവില്ല. നമ്മൾ ഈ കഴുകൻ്റെ കഥയെക്കുറിച്ച് പഠിക്കുമ്പോഴേ, കഴുകനെ കൂടുണ്ടാക്കും, അതിൽ മുട്ടയിടും, കുഞ്ഞുങ്ങൾ അതിനകത്ത് ആ മുട്ടയിൽ നിന്ന് വിടരും. അതിന് സമയാസന്ദർഭങ്ങളിൽ തള്ളക്കഴുകൻ വന്ന് അതിന് ആഹാരം കൊണ്ട് കൊടുക്കും. അതതിനകത്ത് ഇങ്ങനെ ഇരുന്ന് അങ്ങ് അമ്മ കൊടുക്കുന്ന ആഹാരം കൊടുത്ത് ഇങ്ങനെ വളർന്ന് 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 ഇങ്ങനെ തടിച്ചു കൊടുത്തിരിക്കുക. എന്നാൽ ഇങ്ങനെ ആയ കാര്യം നടക്കുന്നു. അതിനകത്തിരുന്ന് കിട്ടുന്ന ആഹാരവും കഴിച്ച് തൂവലും ഒക്കെ വളർന്ന് ഇയാൾ ഇങ്ങനെ ആശാനായിട്ടിരുന്ന കാര്യം നടക്കുന്നു. അതിന് ഒരു ദിവസം തള്ളക്കഴുകൻ ഒരു കാര്യം ചെയ്യും. അതിനെ ഇരിക്കുന്ന കൂട് മൊത്തം ചുണ്ടുകൊണ്ട്, അതിൻ്റെതായ ശിഖരങ്ങൾ കൊണ്ടും കൊമ്പ് കൊണ്ടും മറ്റിതര സാധനം കൊണ്ടുള്ള അതെല്ലാം തൻ്റെ ചുണ്ടുകൊണ്ട് വലിച്ചൂരി എല്ലാം പുറത്ത് കളയും. അവസാനം ഈ കഴുകൻ കുഞ്ഞിന് കൂടില്ലാതായി. എന്നിട്ട് ഈ കഴുകൻ എന്ത് ചെയ്യും? ഈ കഴുകൻ കുഞ്ഞുങ്ങളെ ചിറകിന്മേൽ വഹിച്ച് ആകാശത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് പോയിട്ട് ചിറകിൽ നിന്ന് അതിനെ അങ്ങ് വിടും. അപ്പോൾ എന്ത് സംഭവിക്കും? ഇത് ചിറക് വിടർത്തി താഴോട്ട് വരും. ഇതിൻ്റെ മനസ്സിലെ ചിന്ത, എൻ്റെ അമ്മ എന്നോട് ഇങ്ങനൊക്കെ ചെയ്തല്ലോ, എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ, ഇതുവരെയായിട്ട് ഒരു കുഴപ്പവും ഇല്ലായിരുന്നല്ലോ. എന്നാൽ ഇങ്ങനെ താഴോട്ട് ഇതിങ്ങനെ ഈ കഴുകൻ കുഞ്ഞ് താഴോട്ട് വരുമ്പോൾ ഈ കഴുകൻ എന്ത് ചെയ്യും? ഇതിനെ താഴോട്ട് ഇറങ്ങി വന്നെ ചിറകിന്മേൽ വഹിച്ച് ഉയരത്തിലേക്ക് കൊണ്ടുപോയിട്ട് പിന്നെയും വിടും. ഇങ്ങനെ പല ആവർത്തി ഇത് ചെയ്ത് കഴിയുമ്പോഴാണ് ഈ കഴുകൻ കുഞ്ഞ് പറക്ക അഭ്യസിക്കാൻ തുടങ്ങുന്നത്. എന്നതുപോലെയാണ് നമ്മുടെ ദൈവം നമുക്കിവിടെ ജീവിതത്തിൽ ചെയ്യുന്നത്. നമ്മുടെ ജീവിതത്തിൽ ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ഒക്കെ തരുന്നതിൻ്റെ കാര്യം, ഈ ഭൂമിയിലെ ജീവിതത്തിൽ എന്തെല്ലാം പ്രയാസമുട്ടുകൾ വന്നാലും ഒരു കഴുകൻ കുഞ്ഞ് കറക്കെ അഭ്യസിച്ച് ഉയരങ്ങളിലേക്ക് പറക്കാൻ പഠിക്കുന്നത് പോലെ നമ്മളും അഭ്യസിക്കാൻ, നമ്മളും ഈ പറക്ക പഠിക്കാൻ
നമ്മളും ഏത് പ്രതിസന്ധികളെയും അതിജീവിക്കാൻ വേണ്ടിയാ, നമ്മൾ പ്രാപ്തരായി തീരാൻ വേണ്ടിയാ. അപ്പോൾ എന്നാൽ മറ്റൊരു കാര്യമുണ്ട്. ഈ പറക്കി അഭ്യസിച്ച് കഴിഞ്ഞാൽ ഈ കഴുകൻ കുഞ്ഞെന്ത് ചെയ്യും? പിന്നെ തള്ളക്കഴുകനെയും തൻ്റെ അപ്പനെയും അമ്മയുള്ള കഴുകന്മാരെ ആരെയും ഡിപ്പെൻഡ് ചെയ്യത്തില്ല, ആശ്രയിക്കത്തില്ല. ഒരു സ്വയമായി തീറ്റ അന്വേഷിച്ചിറങ്ങും, സ്വന്തമായ ആഹാരം അന്വേഷിച്ചിറങ്ങും. അപ്പം നമ്മൾ സ്വന്തമായി അധ്വാനിക്കാൻ നമ്മെ പഠിപ്പിക്കുന്ന, സ്വന്തമായി നമ്മുടെ ആഹാരത്തിന് വേണ്ടി നമ്മൾ അന്വേഷിച്ചിറങ്ങാൻ നമ്മെ പഠിപ്പിക്കുന്ന, ജീവിത വിജയം എങ്ങനെ നമുക്ക് അതത് പ്രതിസന്ധികൾ പ്രാപിക്കാം എന്നുള്ളതിനെ കുറിച്ച് നമ്മെ അഭ്യസിപ്പിച്ച് ശരിയായ ജീവിത വിജയത്തിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കുവാൻ അത്രേ ദൈവം തന്നിരിക്കുന്ന ഈ പ്രതികൂലം. മനഃപൂർവ്വം നമ്മെ ഉപദ്രവിക്കാനോ നശിപ്പിക്കാനോ ഒന്നുമല്ല. ഇസ്രായേൽ ജനം കനാൻ നാട്ടിൽ ചെന്നപ്പോൾ ദൈവം അവരിൽ കൂടെ മഹാവിജയം അവർക്ക് നൽകി ദേശമൊക്കെ വിഭജിച്ചു കൊടുത്തു. യോശുവയെ ഒടുവിൽ കുറെ ആളുകൾ, കുറെ ജാതികളായ ആളുകളെ അവിടെ ഇട്ടിരുന്നു. എന്തെന്നറിയാമോ? വചനം പറയുന്നുണ്ട്, ഇവരുടെ അടുത്ത തലമുറ വരുമ്പോൾ അവരെ യുദ്ധം അഭ്യസിപ്പിക്കാൻ വേണ്ടി കുറെ ജാതികളെ അവിടെ, കുറെ ജാതി രാജ്യങ്ങളെ അവിടെ വിട്ടേച്ചു. അപ്പൊ ദൈവം നമുക്ക് വേണ്ടി ചെയ്യുന്ന എല്ലാം തിന്മയ്ക്കല്ല നന്മയ്ക്കായിട്ടാണ്, ദോഷത്തിനല്ല ഗുണത്തിനാണ്. അതൊരിക്കലും നാശത്തിനല്ല, നമ്മുടെ ജീവിതത്തിൻ്റെ അഭിവൃദ്ധിക്കും അനുഗ്രഹത്തിനുമാണ്. ഞാൻ ദൈവവചനത്തിൽ നിന്ന് ഒരു വാക്യം എടുത്തു തരാം. അതായത് വിലാപങ്ങളുടെ പുസ്തകം 5-ാം അധ്യായം 21-ാമത്തെ വാക്യത്തിൽ, യഹോവേ, ഞങ്ങൾ മടങ്ങി വരേണ്ടത് ഞങ്ങളെ നിങ്കിലേക്ക് മടക്കി വരുത്തണമേ, ഞങ്ങൾക്ക് പണ്ടത്തെ പോലൊരു നല്ല കാലം വരുത്തണമേ. ഈ വിലാപങ്ങളുടെ പുസ്തകം ഇത് യിരെമ്യാവ് എഴുതിയ പുസ്തകമാണ്. നെബൂഖദ്നേസർ രാജാവ് വന്ന് ഇസ്രായേൽ രാജ്യത്തെ ആക്രമിച്ച് അവരുടെ എല്ലാ സാമ്പത്തിക വശങ്ങളും എല്ലാം അപഹരിച്ചുകൊണ്ട് പോയി. അവരുടെ വളർത്തുമൃഗങ്ങളെയെല്ലാം അപഹരിച്ചു കൊണ്ടുപോയി. അവരുടെ ആളുകളെയെല്ലാം ഒരുപാട് പേരെ കൊന്ന്, ഒരുപാട് പേര് മുറിവേറ്റ്, കുറെ പേരെ തടവുകാരായി പ്രവാസത്തിലേക്ക് കൊണ്ടുപോയി. ആ സമയത്ത് യിരെമ്യാവ് ആ യെരുശലേമിൻ്റെയും ഇസ്രായേലിൻ്റെ അവസ്ഥ കണ്ട് എഴുതിയ പുസ്തകമാണ് വിലാപങ്ങളുടെ പുസ്തകം. എനിക്കതിനെക്കുറിച്ച് വിശദീകരിക്കാൻ സമയമില്ല. അപ്പോൾ ആ അവസ്ഥയിൽ കണ്ട് നെടുവീർപ്പെട്ട് യിരെമ്യാവ് കരഞ്ഞു പ്രാർത്ഥിക്കുകയാണ്, യഹോവേ, ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ നിങ്കിലേക്ക് മടക്കി വരുത്തണമേ, ഞങ്ങൾക്ക് പണ്ടത്തെ പോലെ നല്ല കാലം വരുത്തണമേ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്യുന്ന രണ്ടാമത്തെ രീതിയിലുള്ളൊരു കാര്യമായി ഇവിടെ പറയാൻ പോകുന്നത്, ഒരു ദൈവജനം എന്ന നിലയിൽ ജീവിക്കാനുള്ള പ്രമാണവും അതിലൂടെ ആലോചനയും ഒക്കെ നൽകി നമ്മെ ഉപദേശിപ്പാനുള്ള കർത്താവിൻ്റെ വൃദ്ധന്മാരെ നമുക്ക് നൽകി നമ്മളെ ദൈവത്തിൻ്റെ വഴിയിലേക്ക് നടത്താനായിട്ട് ദൈവം ക്രമീകരിച്ചിരിക്കുകയാണ്. അങ്ങനെ ദൈവം ഈ നാളുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കഴിഞ്ഞ കാലങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇതൊന്നും ദൈവത്തിൻ്റെ ആലോചനയും ദൈവത്തിൻ്റെ വചനവും ഒന്നും അനുസരിക്കാതെ താന്താങ്ങളുടെ വഴിയിലേക്ക് പോയാൽ ദൈവം എന്തു ചെയ്യും? ദൈവം നമ്മെ ശത്രുക്കളുടെ കയ്യിലേൽപ്പിക്കും. അതാണ് ഇവിടെ ഈ യിരെമ്യാ പ്രവചനത്തിൽ, അതാണ് ഈ വിലാപങ്ങളുടെ പുസ്തകത്തിൽ കാണുന്ന ഈ സംഭവ വികാസത്തിന്റെ പിൻപിലെ ഇസ്രായേൽ ജനത്തിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ്. അപ്പം നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ദൈവത്തിന്റെ വഴി വിട്ട്, ദൈവത്തിന്റെ ആലോചന വിട്ട്, ദൈവത്തിന്റെ വചനം വിട്ട്, നമ്മുടെ ഇഷ്ടപ്രകാരം തോന്നിയ വഴിയിൽ നമ്മുടേതായാണെല്ലാം ശരി, ദൈവവചനം ഒക്കെ അവിടെ ഇരിക്കട്ടത് പണ്ടത്തെ കാലത്തെ കാര്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദൈവവചനത്തെ പുറകോട്ട് തട്ടിയിട്ട് നമ്മുടെ ഇഷ്ടം പോലെ ജീവിച്ചാൽ
നമുക്ക് ഇതുവരെയും തന്നിരിക്കുന്ന നന്മകളും അനുഗ്രഹങ്ങളും എല്ലാം ദൈവം അങ്ങ് നമ്മളിൽ നിന്ന് മാറ്റും. ഉയർച്ചകളും അതിൻ്റെ പ്രതാപങ്ങളും അതിൻ്റെ നന്മകളും എല്ലാം മാറ്റും. പിന്നെന്തായി മാറും? നമ്മെ യഥാർത്ഥമായി നമ്മൾ ദൈവത്തെങ്കിലേക്ക് മടങ്ങി വരുന്നത് വരെ നമ്മെ പരിശോധനകളിലൂടെയും പ്രയാസങ്ങളിലൂടെയും ബുദ്ധിമുട്ടുകളിലൂടെയും കഷ്ടതകളിലൂടെയും കണ്ണുനീരിൻ്റെ അനുഭവത്തിലൂടെയും നയിക്കും. ആ അവസ്ഥയിലൂടെ എന്തു ചെയ്യണം? ജനം അവരുടേതായ പാപത്തെക്കുറിച്ചും അവരുടെ ലംഘനത്തെക്കുറിച്ചും അവരുടെ അകൃത്യങ്ങളെക്കുറിച്ചും മാനസാന്തരപ്പെട്ട് അനുദപിച്ച് ദൈവത്തോട് പാപങ്ങൾ ഏറ്റുപറഞ്ഞവരുടെ പാവഴികൾ ഉപേക്ഷിച്ച് മടങ്ങി വരണം. അതാണ് ദൈവത്തോട് ഉദ്ദേശിക്കുന്നത്. മടങ്ങി വന്നാൽ ദൈവം എന്ത് ചെയ്യും? ഒരു നല്ല കാലം തൻ്റെ ജനത്തിന് വേണ്ടി നൽകും. പലരുടെയും നല്ല കാലം നഷ്ടപ്പെട്ടതിൻ്റെ പിൻപിൽ ഇങ്ങനെയും ചില കാര്യങ്ങളുണ്ട്. അനുഗ്രഹത്തിൻ്റെ കാലം, നന്മയുടെ കാലം, ഉയർച്ചയുടെ കാലം നഷ്ടപ്പെട്ടതിൻ്റെ പിൻപിൽ. അതുകൊണ്ട് ദൈവം നമുക്ക് നന്മ തരുമ്പോൾ, ഉയർച്ച തരുമ്പോൾ നാം എന്ത് ചെയ്യരുത്? ദൈവത്തെ മറന്ന് ജീവിക്കരുത്, ദൈവത്തിന് അനിഷ്ടമായി ജീവിക്കരുത്. ഇനി മറ്റൊരു കാര്യം, നമ്മുടെ ഈ ഭൂമിയിലുള്ള നല്ല കാലത്തിനെല്ലാം മാറ്റങ്ങൾ വരും. ഓരോ മനുഷ്യൻ്റെയും അതൊന്നും നിലനിൽക്കുകയില്ല നല്ല കാലം. എന്നാൽ നമുക്ക് വേണ്ടി നമ്മുടെ കർത്താവ് ഒരു നല്ല കാലം ഒരുക്കിയിട്ടുണ്ട്. അതെന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ, കർത്താവ് തൻ്റെ ജനത്തിന് വേണ്ടി, തൻ്റെ ജനത്തെ തൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടതായ ജനം, തൻ്റെ വരവിന് വേണ്ടി കാത്തിക്കുന്ന ജനം തൻ്റെ വരവെങ്കിൽ അത് ചേർക്കപ്പെട്ട് കഴിഞ്ഞ് നിത്യത്തിലേക്ക് ചെല്ലുമ്പോൾ അവിടെ പ്രതിഫലം വായിക്കുന്ന 7 വർഷത്തെ മണിയറവാസത്തിൽ അവർ അനുഭവിക്കുന്ന അനുഗ്രഹം, പ്രതിഫലങ്ങൾ. അത് കഴിഞ്ഞ് അടുത്ത നല്ല കാലം, അതെ, ഒരു പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം, ആ നഗരത്തിൽ താനും തൻ്റെ സമയം ഒരുമിച്ച്, അതെ, ദീർഘകാലം അനന്തമായ കാലം ജീവിക്കുന്നതായ സന്തോഷകരമായ ജീവിതം. അന്ന് കണ്ണുനീരുണ്ടാ ദൈവം അന്നതെയും കർത്താവ് കണ്ണുനീരെല്ലാം തുടച്ചുകളെയും ദുഃഖം മുറവിളിയും അവിടെ ഉണ്ടാകില്ല. പാപമില്ല, അവിടെ പിശാചില്ല, രോഗമില്ല. ഒരു അനുഗ്രഹമായ കാലം. ഇതിനുവേണ്ടി ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും, അതെ, ഈ അനുഗ്രഹീതമാകുന്ന നല്ല കാലത്തിലേക്ക് ഞാൻ ക്ഷണിക്കുന്നു. ഒരു അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു നിത്യജീവൻ്റെതായ ഒരു നിത്യദേശമായ ഒരു അനുഗ്രഹമായ ദേശത്തിലേക്ക് നിങ്ങൾക്ക് കടന്നു വരേണ്ട നിങ്ങളെ ക്രിസ്തുവിലേക്ക് ക്ഷണിക്കുന്നു. ഈ വചനങ്ങളാ കർത്താവ് അനുഗ്രഹിക്കും.